ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അവിയൽ വീഡിയോ ആണ് എടുക്കാൻ വന്നത്. പല കാര്യങ്ങളും മിക്സഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പറമ്പിലൊരു കാര്യം കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ, കാണിച്ചു തരാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ ഇതിക്കൂടെ നടന്നു വന്നപ്പം കണ്ടൊരു സാധനമാണ്. അതിനു മുമ്പ് വേറൊരു സാധനം കാണിച്ചത്. ഇത് കണ്ടോ, ഇത് ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. അതാണ് ഞാൻ ഇത് കൊണ്ട് നട്ടാണ് കേട്ടോ. നമ്മൾ അവക്കാഡോ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ ഒരു അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവക്കാഡോ വാങ്ങിക്കുമ്പം മീൻസ് അവക്കാഡോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുരു ഉണ്ടല്ലോ, ആ കുരു നട്ടതാണ്. ചെറിയ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയില്ലേ, അതിൽ നട്ടതാണ്. ഞാനില്ല കേട്ടോ, വീട്ടിൽ അമ്മ നട്ടതാണ്. അപ്പം വീട്ടിൽ അമ്മയാണ് നട്ടത്. അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം ഇതുപോലെ പിടിച്ചു. അതിൽ ഒരെണ്ണം വീട്ടിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിലുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ആ ഒരു കുരു മുളച്ചു വന്നത് തന്നെ എനിക്ക് അത്ഭുതമായിട്ട്. കാരണം അവക്കാഡോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ വീട്ടിൽ പല ഫ്രൂട്ട്സിൻ്റെയും ചെടികളുണ്ട്. മാങ്കോസ്റ്റീൻ, ഫിലോസാൻ, അങ്ങനെ റംബൂട്ടാൻ അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഫ്രൂട്ട്സ് പഴങ്ങളുള്ള ചെടികൾ നടാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് അവക്കാഡോ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണല്ലേ. കുട്ടികൾക്കൊക്കെ ജ്യൂസ് അടിച്ചു കൊടുക്കാനായിട്ട് നല്ല സംഭവമല്ലേ അവക്കാഡോ. കഴിച്ചിട്ടില്ല, അതൊരു കഴിച്ചു പോകണം കേട്ടോ. അവക്കാഡോയ്ക്ക് കുറേ അധികം ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് ഇപ്പം നമ്മൾ അവക്കാഡോ തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അത് പാലിട്ട് അടിച്ചിട്ടാണ് അവക്കാഡോ പൊതുവേ കഴിക്കാറ്. അപ്പം നല്ല ടേസ്റ്റാണ്. പാലിട്ടടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ആഡ് ചെയ്യാം. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ചേർക്കാൻ നിർബന്ധമില്ല. മധുരം വേണമെന്നുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഹെൽത്തി വൈസ് മധുരം ചേർക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവക്കാഡോ നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എല്ലാവർക്കും നല്ല ഹെൽത്തിയാണ്. അപ്പം അതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. കണ്ടോ. അപ്പോൾ അതെ, ഇവിടെ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇവിടെ ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു സംഭവം കണ്ടോ, ഇത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇവിടെ കുറച്ച് കപ്പയുണ്ട് കേട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഇടയ്ക്കടയിലെ. ഇവിടെ സൈഡിൽ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ദേ നിൽക്കുന്നത് ഇത് മുസമ്പിയാണ്. ഓറഞ്ചിൻ്റെ അതേ സ്മെല്ലാണ്. കണ്ടോ, ഇത് അതിൻ്റെ ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. അപ്പം നമ്മളിതേ ഇവിടെ വന്നെത്തി. ഇത് കണ്ടോ, ഇത് ഓറഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് കാണിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഓറഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. പക്ഷെ മധുരം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഓറഞ്ച് ഇതേ കേട്ടോ. ഇത് നമ്മൾ പണ്ട് ഇവിടെ അച്ഛൻ നഴ്സറിയിൽ നിന്നാണോ അതോ പള്ളിയിൽ നിന്ന് ഒക്കെ ചെടികളൊക്കെ വരില്ലേ പെരുന്നാൾ സമയത്ത്, അങ്ങനെ വാങ്ങിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ നിറയെ ഓറഞ്ച് ഉണ്ട്. ഇത് കണ്ട നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ നിറയെ ഓറഞ്ച് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. പച്ചയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നല്ല പച്ചക്കളർ കണ്ടോ, കരിയും പച്ചക്കളർ. ഇത് കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നടന്നു വന്നപ്പോഴത്തേക്കും ഇതിനെ കണ്ടു. വീട്ടിലും ഇതുപോലെ ഓറഞ്ച് ഉണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മളിവിടെ ഉണ്ടാകുമ്പോഴത്തേക്കും അധികം മധുരം ഉണ്ടാവില്ല. അതേ കണ്ടോ, ഒരു നാരങ്ങ വലിപ്പമാണ് ഇതിനുള്ളൂ. ഇതിൻ്റെ ഇടയിലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടെ ഒരെണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്ത സമയത്തുണ്ടല്ലോ, ഇത് ആരും അങ്ങനെ പറിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് വലിയ മധുരം കണ്ടോ. ഇത് ശരിക്കും നല്ല കളറുണ്ട്. ഇത് താഴെ വീണ് കിടന്ന കേട്ടോ. കണ്ടോ, ഓറഞ്ച് കളറാണ്. പക്ഷെ അകത്ത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരെണ്ണം താഴെ വീണത് നമ്മൾ ഈ ഓറഞ്ച് കളറിലൊന്ന് പൊളിച്ചു നോക്കിയപ്പം നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ അധികം മധുരം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് എന്ന് പറയാം എന്നാണ്. പിന്നെ ഇത് നമുക്ക് ഈ നാരങ്ങയ്ക്ക് പകരം പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നാരങ്ങ യൂസ് ചെയ്യുന്ന പകരം ഇത് അത്ര നല്ല പുളിയാണ്. അതുകൊണ്ട് നാരങ്ങയ്ക്ക് പകരം ഇത് പിഴിഞ്ഞൊഴിക്കാം. അല്ലാണ്ട് ഇതായിട്ട് തന്നെ കഴിക്കാൻ നല്ല പാടാണ്, നല്ല പുളിയാണല്ലോ. അപ്പം അതുകൊണ്ട്
വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, നാരങ്ങയ്ക്ക് വരെ യൂസ് ചെയ്യാം. ഇനി ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടേക്കുന്ന കാഴ്ചകളാണ്. ഞാൻ നേരത്തെ എള്ള് കാണിച്ചു തന്നില്ലായിരുന്നോ? ഇവിടെ നേരത്തെ എള്ളായിരുന്നു, ഇപ്പോൾ എള്ള് നിൽക്കുന്നിടത്ത് ചേനയാണ്. കണ്ടോ, ചേനയാണ് ഇവിടെ, ചേന നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച പോലെ ഈ ഫേൺ ഹണ്ടിങ് അതുപോലത്തെ ഉള്ള ഈ പറമ്പിൽ നിൽക്കുന്ന പലതരം വെറൈറ്റി ആയിട്ടുള്ള പലതരം, ഞാൻ നോക്കിയപ്പോൾ ഒരു ഉപ്പൻ പേടിച്ചു, ഒരു ഉപ്പൻ വെറൈറ്റി ആയിട്ടുള്ള പലതരം എന്താണ് പറയുക, അതായത് നമുക്ക് ഈ കോഴി, ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് കോഴി എടുത്ത് പോകുന്നതോടെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ പലതരം ഫേൺ അതുപോലത്തെ ഉള്ള വെറൈറ്റി കുറേ ചെടികളൊക്കെ ഉണ്ട്, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്നത്. അതിലൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. അതൊരു വള്ളിച്ചെടിയായിട്ട് നമുക്കിങ്ങനെ ഹാങ്ങിങ് പോട്ടൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ട് ഇടാൻ പറ്റിയതാണ്. ഒരു എന്താണ് പറയുക, ഒരു ഡാർക്ക് ബ്രൗൺ കളറ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭംഗിയില്ല. ഞാൻ പറയും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ രീതിയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കളറ് ഡാർക്ക് പർപ്പിൾ കളറോ, ഇതിവിടെ കുറേ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇത് അവിടെയൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. ഞാൻ വേറൊരു ഇതിൻ്റെ ഒരു ചെടി വീട്ടിൽ അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടോ, ഇതാണ്. ഇത് എവിടെ കൊണ്ടുവന്നിട്ടാലും പിടിക്കുന്ന ഒരു ചെടിയാണ്. ആ ഒരു ചെടി ഉണ്ടല്ലോ, അത് എവിടെ കൊണ്ടിട്ടാലും തന്നെ പിടിച്ചു വരുന്ന ചെടിയാണ്. കാട്ടിലൊക്കെ നിറയുണ്ട്. പക്ഷെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാനും പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. നല്ല രസമാണ്. ഈ പറഞ്ഞ വൈറ്റ് പോട്ടിൽ അങ്ങനെയൊക്കെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നല്ല വൈറ്റ് പെയിന്റ് അടിച്ചൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് കുടംപുളിയുടെ മരമാണ് കേട്ടോ. കുടംപുളി ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ 2 കുടംപുളി ഉണ്ട്. ഒന്ന് ഇത് നോർമൽ സാധാ കുടംപുളിയും, പിന്നെ ഒന്ന് ബഡാട്ടോ. ബഡ് എന്ന് പറയുമ്പോഴത്തേക്കും പൊക്കം ഉണ്ടാവില്ല, അത് അപ്പുറം നിൽക്കുന്നുണ്ട്, പൊക്കം വയ്ക്കില്ല. ഇത് സാധാ രീതിയിലുള്ള നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള കുടംപുളി, പൊക്കം വെച്ച് പോകുന്ന കുടംപുളി. പിന്നെ പൊക്കം കുറവുള്ളതുകൊണ്ട് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഈ ഓറഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കൊണ്ടുവന്നത്. കുറേ അധികം ഓറഞ്ച് ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെടി കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയാണ്, ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ നല്ല രസം. ഒരു നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എന്തോ എനിക്കിത് ഓർമ്മയുണ്ട്, എന്താ പറയുക, നല്ലൊരു ഈ പുൽത്തൈലത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതേ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ നല്ല രസമുണ്ട്. കണ്ടോ ഇടയക്കടയാണ് വന്നത്. നമുക്കിന്ന് തിരിച്ചു പോയി. ഞാൻ ആ ഓറഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ അന്നേരം ഇവിടെ കണ്ടതൊക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചത് തക്കോലം ഇവിടെ ഉണ്ടായിരിക്കും. തക്കോലം കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ഒന്നൊരു കാണിച്ചു തരാം. തക്കോലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സുഗന്ധ വ്യഞ്ജനം ആണ്, സ്പൈസാണ് ഇത്. എന്തു നല്ല സ്മെല്ലാണ് തക്കോലത്തിന്. ഇതേ കണ്ടോ, ഇതാണ് ഇവിടെ 2-3 ഇതിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. തക്കോലം നട്ടിട്ടുണ്ട്. ഇതിലൊരു പൂ ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ ആ പൂ നിങ്ങൾ കാണിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഇത് നമ്മൾ കണ്ടോ, ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. നിശാഗന്ധിയിലെ പൂവുണ്ടോ? മൈക്കോ അല്ലേ, മൈക്ക് ഇത് കണ്ടോ, മൈക്ക്. കാണാൻ പറ്റില്ല അല്ലേ. ഇത് നോക്കിയേ, ഇത് കണ്ടിട്ടില്ലേ, തുമ്പി കണ്ടിട്ടില്ലേ? ഇത് നോക്കിയേ, വളഞ്ഞിരിക്കണുണ്ടോ നിശാഗന്ധി പൂ? രാത്രി വിരിയും കേട്ടോ. പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ? അല്ല, മുട്ടിട്ടേക്കുന്നു നിശാഗന്ധി മുട്ട്. ഇത് ഒരെണ്ണം ചിലപ്പോൾ ഇന്ന് വിരിയുന്നതായിരിക്കും. കണ്ടോ, 3 എണ്ണം കേട്ടോ. അത് ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. കണ്ടോ. നിശാഗന്ധി നല്ല രസമല്ലേ, മൈക്ക് പോലെ ഇരിക്കുന്നല്ലേ.
ഇനി ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തുമ്പിക്കൊരു സൂപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു സ്വീറ്റ് കോൺ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. കോൺ കുറച്ച് അധികം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ക്യാരറ്റ്, ബീൻസ് എല്ലാം കുറച്ചെടുത്തിട്ടുള്ളൂ. കോൺ പിന്നെ ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ് ഓൾറെഡി. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി കുറച്ച്, ഇത്രയും സാധനങ്ങൾ. പിന്നെ കുറച്ച് സവാള, ശരിക്കും സ്പ്രിങ് ഓണിയനാണ് വേണ്ടത്, അതില്ലാത്തത് കൊണ്ട് ഞാൻ സവാള കുറച്ചെടുത്തു പേരിന്. പിന്നെ നമ്മൾ കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ അല്ലെങ്കിൽ ഏത് ഓയിലായാലും മതി. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള, ഞാൻ പറഞ്ഞല്ലോ സവാളയ്ക്ക് പകരം സ്പ്രിങ് ഓണിയനാണ് ശരിക്കും വേണ്ടത്, അതില്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്തു എന്നുള്ളൂ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഞാൻ ഓൾറെഡി കോൺ വേവിച്ച് വച്ചതായതുകൊണ്ട് ഞാൻ കോൺ ആദ്യം ചേർത്തില്ല, അത് ലാസ്റ്റാണ് ചേർത്തത്. നിങ്ങൾ വേവിക്കാത്ത കോണാണെന്നുണ്ടെങ്കിൽ കോൺ ആദ്യം ചേർത്ത് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് ഒന്ന് വേവിക്കുക, 2 മിനിറ്റ് വേവിച്ച് കൊടുത്തു. ഞാൻ കുറച്ച് അധികം കോൺ ഇടുന്നുണ്ട്, കാരണം കോൺ ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് തുമ്പിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺ കുറച്ച് അധികം ഇടുന്നത്. ഇത്രയും കോൺ ഇട്ടിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി ഒരു ബൗളിൽ ബാക്കിയുള്ള കോൺ ഞാൻ അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത കോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം, ഒരു 7 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പോൾ മെഷറിംഗ് കപ്പ് ഞാൻ കാണിച്ചു തരാം. ആ കപ്പിൽ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് കോൺഫ്ലോർ ആവശ്യമുണ്ട്. കോൺഫ്ലോർ ഒരു തിക്നെസ് വരാനായിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു കട്ട പിടിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി അരച്ച് വെച്ചേക്കുന്ന പാത്രത്തിൽ തന്നെ എടുത്തേക്കുന്നുണ്ട്, മഞ്ഞ അത് സൈഡിൽ, അതായത് കോൺ അരച്ച ആ ഒരു സെയിം പാത്രത്തിലാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ സൈഡിൽ ഇത് ഇങ്ങനെ വരുന്ന ആ ഒരു കളർ, അത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലെമണിന് പകരം നിങ്ങൾക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം, വിനെഗർ ഇല്ലെങ്കിൽ ലെമൺ ആയാലും മതി. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിക്നെസ് കുറവാണെന്ന് തോന്നുന്നു വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ തിക്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി, പകുതി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് ഞാൻ ബാക്കി കഴിഞ്ഞു. നാരങ്ങാനീര് ഞാൻ ആഡ് ചെയ്തു, ഒരു പകുതി നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ നേരത്തെ ആഡ് ചെയ്യാം. ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കോൺ സൂപ്പ് ചെയ്ത് കുടിക്കുമ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല സൂപ്പാണ്. എനിക്ക് കുറച്ച് പാഴ്സൽ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു 3 ദിവസത്തിൽ കൂടുതലായി വന്നിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് രണ്ടുമാണ് പാഴ്സൽ. നമുക്ക് നോക്കാം എന്താ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. എന്താ ഉള്ളതെന്ന് നോക്കാം. ഞാൻ പുറത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടേ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനമാണ് ഇതിലുള്ളത്. ഫോട്ടോയിൽ കണ്ട കളറില്ല കേട്ടോ. ഫോട്ടോയിലെ കളർ ഞാൻ ആഡ് ചെയ്യാം. വന്നപ്പോൾ കളർ ഡിഫറെൻ്റ് ആണ്. പക്ഷെ സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഗാർഡനിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ആണ്. കണ്ടോ, നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ പണി ചെയ്യുമ്പോഴേ കയ്യിൽ മണ്ണൊന്നും ആവാണ്ടിരിക്കും. പിന്നെ ഇതിന് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് നമുക്ക് എന്താ പറയുക, മണ്ണൊക്കെ ഇങ്ങനെ മാന്തുമ്പോഴത്തേക്കും ഒരു നഖത്തിന്റെ എഫക്റ്റ് തന്നെ ഉണ്ട് ഇതിന്. അപ്പം ഒരു കയ്യില് ഗ്ലൗസ്, ഒരു കയ്യിൽ അങ്ങനത്തെയാണ്. ഇനി ഒരു 4 വിരല് ഇതിലില്ല കേട്ടോ. പിന്നെ ഈ കയ്യില് സാധാ ഗ്ലൗസ്. ഇതാണ് കണ്ടോ.
കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്തതിന്റെ കളർ ഇത് ബ്ലാക്ക് ആയിരുന്നു, പക്ഷെ വന്നപ്പം ഈ കളർ. പക്ഷെ കളർ അത് കുഴപ്പമൊന്നുമില്ല, സംഭവം കൊള്ളാം. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ഈ ഇത് നോക്കിയാൽ നമുക്ക് കാണാം കണ്ടോ, ഡിഗ് ചെയ്യാൻ അതുപോലെ പ്ലാന്റ് ഒക്കെ നടാനായിട്ടും ഈ ഇങ്ങനെ മാന്തുന്ന സംഭവം ഉള്ളതുകൊണ്ട് നല്ലതാണ്. അതാണ് മെയിൻ പർപ്പസ്. ഇത് ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പം ഈ ചെടികളൊക്കെ കൂടുതലായിട്ട് നടുന്നത് കൊണ്ട് എനിക്കിത് അത്യാവശ്യം, കാരണം ഈ നഖത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ ചെടി പോകുമല്ലോ, അപ്പം അത് സോപ്പിട്ട് കഴുകിയാൽ മതി. എന്നാൽ ഞാൻ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതാണ്, അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊരു അൺഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇനി നമുക്ക് ഇത് പിടിക്കട്ടെ. ഇനി നമുക്ക് ഇതിലെന്താ ഉള്ളത് നോക്കാം കേട്ടോ. ഓൾറെഡി സാനിറ്റൈസ് ചെയ്താണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലെന്താ നോക്കാം അല്ലേ, പറയണ്ട. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പർപ്പിൾ പ്രൊഡക്റ്റ് ആണ്. പർപ്പിളിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഒരാഴ്ച കഴിഞ്ഞു. അപ്പം ഒരു ഓഫർ ഉണ്ടായിരുന്നു. പല സാധനത്തിനും നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ സമയത്ത് അത്യാവശ്യമായിട്ട് തോന്നിയൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്ന്, ഇതൊരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് പുറത്തൊന്നും പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയല്ല. അത് മാത്രമല്ല, എൻ്റെ മുഖത്തൊക്കെ ഇപ്പം നല്ലൊരു നമ്മൾ ഈ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. അധികമൊന്നും ഞാൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിക്കാറുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഹോം ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിറ്റ് വാങ്ങിച്ചു. നേരത്തെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കിറ്റ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, ആൾസ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഗോൾഡൻ ഫേഷ്യൽ കിറ്റാണത്, വിത്ത് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂവാണ്. അപ്പോൾ എനിക്കിത് സാഫ്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ നല്ലതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. യൂസ് ചെയ്തിട്ട് പറയാം, ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ വേറെ ഫേഷ്യൽ കിറ്റ് ചെയ്തിട്ടുണ്ട്. ആൾസ് ഗുഡ്നെസ്സിന് വേറെ ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചാണ്. പർപ്പിളിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ കൂടുതൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇത് മാത്രം വാങ്ങിക്കുമ്പോൾ എനിക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഒരു അത്യാവശ്യമായിട്ടൊരു സ്ക്രബ് ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ക്രബും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതായത് ഇതൊരു സ്ക്രബാണ്, പപ്പായയുടെ ഒരു ഫേസ് സ്ക്രബ്, ബ്രൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ. പപ്പായ സ്ക്രബാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നിടാം. ഇന്നത്തെ ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ചന്ദ്രൻ തിളങ്ങി നിൽക്കുവാണ്. ഇന്ന് ഫുൾ മൂൺ ഡേ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നല്ല നിലാവുണ്ട്. ഇവിടെ ടെറസിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ്. കണ്ടോ, ടെറസിലേക്ക് നല്ല വെളിച്ചം വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് നല്ല രസമല്ലേ കാണാൻ. അപ്പം ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കാണുമെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. രാവിലെ പറഞ്ഞതുപോലെ രാവിലെ വീഡിയോ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്, കുറച്ച് കുക്കിങ്ങും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ലൈക്കിനും ഷെയറിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.